നിങ്ങൾ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് കാണുന്ന ന്യൂസാണ് ഷാരോൺ വധക്കേസ്. അതിൻ്റെ അകത്ത് ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി, അവരെ അവിടുത്തെ ട്രയൽ കോർട്ട് തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ഞാൻ കൃത്യമായിട്ടും ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഞാൻ ഈ പറയുന്ന കൺവിക്റ്റഡ് ആയിട്ടുള്ള പ്രതികളെ തൂക്കിക്കൊല്ലുക, കൈവെട്ടുക, കാലുവെട്ടുക തുടങ്ങിയ സംഭവങ്ങളെ പൂർണ്ണമായിട്ടും എതിർക്കുന്ന ഒരാളാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ഒരു സിവിലൈസ്ഡ് കൺട്രിയാണ്. ഇത് ഇറാൻ പോലെയോ സൗദി അറേബ്യ ഇസ്ലാമിക് രാജ്യം പോലെ താലിബാൻ പോലെയോ പാകിസ്ഥാൻ പോലെയോ ഒരു രാജ്യമല്ല. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മളെല്ലാം സിവിലൈസ്ഡ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ഇങ്ങനെ നിയമം കാണും, ഉറപ്പായിട്ടും കാണും. പക്ഷെ ആ നിയമം എന്ന് പറയുന്നത് ഇതേപോലെയുള്ള, കാരണം ഞാൻ ഈ പറയുന്ന ക്രൈമിനെ പൂർണ്ണമായിട്ട് എതിർക്കുന്നു. ഇപ്പം അവരെ മരണം വരെ അവരെ ജയിലിലിടുക, അതിനോടൊക്കെ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. പക്ഷേ ഈ തൂക്കിക്കൊല്ലുക, കൈവെട്ടുക, കാലുവെട്ടുക എന്നൊക്കെ പറയുന്നതിനെ പരിപൂർണമായിട്ട് എതിർക്കുന്നു. അതിൻ്റെ കാരണമെന്ന് പറയാം, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇറാനിൽ ആയിരക്കണക്കിനും 10,000-കണക്കിന് ആൾക്കാർ വെറുതെ അങ്ങ് തൂക്കിക്കൊല്ലുക, അതും ഈ പറയുന്ന തൂക്കിക്കൊല്ലുമായിട്ട് വ്യത്യാസം എന്ത്? രണ്ടും ഒരേപോലെയാണ്. ഇന്ത്യൻ നിയമങ്ങളിൽ അതൊക്കെ ഉണ്ട്, നിയമങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞ് ഇതെപ്പോഴും അപ്ലൈ ചെയ്യേണ്ട ഒരു സാധനമൊന്നുമല്ല തൂക്കിക്കൊല്ലുക എന്നൊക്കെ പറയുന്നത്. കാരണം എല്ലാ മനുഷ്യനും തെറ്റ് പറ്റാറ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു കാരണവശാലും ഞാൻ ഈ തെറ്റിനെ ന്യായീകരിക്കുന്നില്ല. ആ പെൺകുട്ടി ചെയ്ത് പൂർണ്ണമായിട്ട് തെറ്റ് തന്നെയാണ്, ക്രൂരമായ തെറ്റാണ് ചെയ്തത്. പക്ഷേ അവർ ഈ പറയുന്ന വിക്ടിമിൻ്റെ പേരൻസ് ആണെങ്കിലും ഷാരോന്റെ പേരൻസ് ഒക്കെ പറയുന്ന പൂർണ്ണമായിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ ദുഃഖത്തിൽ പൂർണ്ണമായിട്ടും അതിനകത്ത് ചേരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന വിധിന്യായം എന്ന് പറയുന്നതിനെ പൂർണ്ണമായിട്ട് എതിർക്കുന്നു. കാരണം തെറ്റാണ് സംഭവം. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ട് രീതിയിലല്ല ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പറയുന്നത്. കാരണം ഇതിനകത്ത് പലതുമുണ്ട്. ഇപ്പം മദ്രാസിലെ മോൻ എന്ന് പറയുന്ന സംഭവം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴുണ്ടായ സംഭവം. അപ്പം അത് റെജി എന്നാണ് അതിൻ്റെ അക്യൂസ്ഡിൻ്റെ പേര്. പിന്നീട് അദ്ദേഹം ജീവപര്യന്തമാണ്, അത് ക്രൂരമായാണ് പ്രായമുള്ള 2 പേര് അയാളുടെ ബന്ധുക്കളെ കൊന്നത്. അതിനുശേഷം പുള്ളിക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടായി. അതായത് തെറ്റുകൾ ഉണ്ടാകാം, എനിക്കും ഉണ്ടാകാം, നിങ്ങൾക്കും ഉണ്ടാകാം. പക്ഷെ അതിന് മരണം വരെ തൂക്കിക്കൊല്ലുക എന്ന് പറയുന്ന വിധിയെ പൂർണ്ണമായിട്ട് എതിർക്കുന്നു. കാരണം നമ്മളൊരു സിവിലൈസ്ഡ് സൊസൈറ്റിയിലാണ്, നമ്മൾ ഈ പറയുന്ന സ്റ്റോൺ ഏജിലല്ല. അതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. എറിഞ്ഞു കൊല്ലുക, ചാട്ടവാർ വെച്ച് അടിക്കുക, ഇതിനൊക്കെ പൂർണ്ണമായിട്ട് എതിർക്കുക. എൻ്റെ റീസൺ അതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജസ്റ്റിസ് കമാൽ പാഷ, അദ്ദേഹം വലിയ സംഭവം പറഞ്ഞു, ഈ തൂക്കിക്കൊന്ന തെറ്റായിപ്പോയി, പെൺകുട്ടിയുടെ പ്രായം സംഭവം, അതും ഞാൻ അംഗീകരിക്കുന്നു, പറഞ്ഞ ആ പോയിന്റ്. പക്ഷെ ആ പറഞ്ഞ കമാൽ പാഷ എന്ന് പറഞ്ഞ ഒരു ദുഷ്ടനായ ജഡ്ജ്, അതായത് ഇന്ത്യയുടെ ജുഡീഷ്യൽ ചരിത്രത്തിൽ 13 കേസിൽ 14 പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ച അവനാണ് പറയുന്നത് തെറ്റായിപ്പോയി. അത് കേൾക്കുന്ന മലയാളികൾ ഭയങ്കര ആഹ്ലാദം കാണിക്കുന്നു. അതാണ് അതിനേക്കാളും വലിയ രസം. ഇതാണ് ഞാൻ ഈ പറയുന്നൊരു പോയിന്റ്, നിങ്ങൾ മനസ്സിലാക്കുക. ആരാ ഇത് പറഞ്ഞ? കമാൽ പാഷ. അതായത് ഒസാമ ബിൻ ലാഡൻ പറയുന്നു ഈ കൊലപാതകം തെറ്റാണ്. അതേപോലെ ബാഗ്ദാദി പറയുന്നു കരുത്തിറക്കുന്നത് തെറ്റാണ്. അതേപോലെയാണ് കമാൽ പാഷ എന്ന് പറഞ്ഞ് ഇവൻ പറഞ്ഞിരിക്കുന്നത് ഈ തൂക്കിക്കൊന്നത് തെറ്റായിപ്പോയി. വേറെ ഒരു കാര്യം പറയാം, ഇന്ത്യയിലെ ശരിയ ലോ കൊണ്ടുവരുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അയാൾ സെഷൻ കോർട്ട് ജഡ്ജായിട്ടിരുന്നപ്പോൾ ഉണ്ടാക്കിയെടുത്തത്. ഇത് ഞാൻ പറയുന്നില്ല, പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ശരിയ ലോ ഇസ്ലാമിക് ലോയ്ക്കകത്ത് എന്താ പറയുന്നത്? ഈ പറയുന്നത് തൂക്കിക്കൊല്ലുക, അല്ലെങ്കിൽ കൈവെട്ടുക, കാലുവെട്ടുക ഇസ്ലാമിക് ലോയാണ്. അല്ലെങ്കിൽ ഇതേപോലെ ഒരു റെക്കോർഡ് കിട്ടുമോ? 13 കേസിൽ 14 പേരെ തൂക്കിക്കൊന്നവനാണ് പറയുന്നത്, അത് തെറ്റായിപ്പോയി. ഇത് കേൾക്കുക. അതാ ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ, ഇവനെ കേൾക്കുന്നവരും ഉണ്ട് നിങ്ങൾ ഒത്തിരി പേർ, അതിഭയങ്കരമായിട്ട് അത് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു. നോൺസെൻസ്, ഇത് പക്ക നോൺസെൻസ്, പക്ക ഇഡിയറ്റ്.
അത് മറ്റുള്ള ജഡ്ജും ക്രാമ്പും ഒക്കെ ആയിരിക്കും. ഇത് ചെയ്തത് ശരിയാണ്. ഇയാൾ ഈ പറഞ്ഞ 13 കേസിൽ 14 പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ആരെയെങ്കിലും കൊന്നിട്ടുണ്ടോ? ആരെങ്കിലും തൂക്കിക്കൊന്നിട്ടുണ്ടോ? ഇനി പോട്ടെ, അല്ല ആന്റണി എന്ന് പറഞ്ഞ ആൾ എത്ര പേരെ 6 പേരെ കൊണ്ട് കൊന്നു. അത് സുപ്രീം കോർട്ടും പറഞ്ഞ് തൂക്കിക്കൊല്ലേ. അത് നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ അത് നടക്കത്തില്ല. അത് എൻ്റെ റീസൺ എന്തുവാ? കാരണം നമ്മൾ സിവിലൈസ്ഡ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. വളരെ അപൂർവം കേസുകളിൽ മാത്രമേ തൂക്കിക്കൊല്ലൽ നടന്നിട്ടുള്ളൂ. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സുപ്രീം കോർട്ടും ഈ സംഭവം ഈ തൂക്കിക്കൊല്ലുക എന്ന് പറയുന്ന അബോളിഷ് ചെയ്യേണ്ട കാര്യമാണ്. റീസണുണ്ട്, ഒത്തിരി, ഒരു റീസൺ അല്ല പല റീസൺസ് ഉണ്ട്. ഇപ്പം ഈ കമാൽ പാഷയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ പറയുന്ന 3ഓളം ജഡ്ജിമാരെയാണ് ഇറാനിൽ വെടിവെച്ച് കൊന്നത്. ഈ ജഡ്ജിമാരെല്ലാം അതിനുശേഷം ഇവർ തൂക്കിക്കൊല്ലാൻ, ഇത്ര പേര് തൂക്കിക്കൊല്ലാൻ വിധിച്ച ജഡ്ജിമാരെല്ലാം ഇതിനെയൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് പിന്നീടുള്ള ഓരോ സ്റ്റേറ്റ്മെന്റിൽ. ഇപ്പൊ 2018 ഏറ്റവും കൂടുതൽ പേരെ ഹുസൈനി നയേരി എന്ന് പറയുന്നയാള് അത് ജസ്റ്റിഫൈ ചെയ്യുകയാണ്. അത്രയും പേരെ കൊന്നത് നന്നായി, അത് മതത്തിന് ആവശ്യമായിരുന്നു. അതേപോലെ മറ്റ് 2 ജഡ്ജിമാര് റിസാന മറ്റൊരാള്, അവരും അതിനെ ജസ്റ്റിഫൈ ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ കമാൽ പാഷ എന്ന് പറഞ്ഞ ഈ പറയുന്ന ഒരു ക്രൂരൻ, ആ ക്രൂരത വാക്കാൻ പക്ക സൂടാപ്പിയായവൻ വീണ്ടും ആവർത്തിക്കുന്നു. അയാൾ പറയുകയാണ് ഇത് തെറ്റായിപ്പോയി. അത് നിങ്ങൾ ഇതിന്റെ ചരിത്രം എടുത്തു നോക്കി, ഇയാളുടെ ജഡ്ജ്മെന്റിന്റെ ചരിത്രം. അതായത് സെഷൻ ജഡ്ജായിട്ടൊരു സമയത്ത്, അന്ന് ആ സമയത്ത് ഇന്ത്യ വിഷൻ്റെ അകത്ത് അത് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ അതുമൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഈ പറയുന്ന കമാൽ പാഷയ്ക്ക് ഗിന്നസ് ബുക്കിൽ വേൾഡ് ഓഫ് റെക്കോർഡ് സ്ഥാനം കിട്ടും. ഇത് ഞാനീ പറയുന്നത് വെറുതെ ഒന്നുമല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചവനാണിവൻ. നമ്മൾ ഈ തൂക്കിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ലോ ഒക്കെ ഉണ്ട്, സംഭവമുണ്ട്. ആ ഇരിക്കുന്ന ജഡ്ജ് ഒരു മനുഷ്യന്, ഈ തെറ്റ് ചെയ്ത മനുഷ്യ, ഈ വിക്ടിം എന്ന് പറഞ്ഞാൽ അതും മനുഷ്യന്. ഇവരൊന്നും മൃഗങ്ങളല്ല, അത് ആദ്യം മനസ്സിലാക്കുക. അതാണ് സിവിലൈസ്ഡ് സൊസൈറ്റിയുടെയും കൾച്ചേർഡ് സൊസൈറ്റിയും ആദ്യം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ നിങ്ങളതിനെ എതിർക്കുന്ന പലരും കാണും. ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്. ഞാനിതിനെ എതിർക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സ്റ്റഡി നടത്തിയിട്ടുണ്ട്. കാരണം ജയിലുകളിൽ പല ക്രൂര കൃത്യമൊക്കെ ചെയ്ത പല ആൾക്കാരും അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. ഈ ഡൽഹി തിഹാർ ജയിലിൽ ഞാൻ പറഞ്ഞത് നേരത്തെ 2015 പിടിച്ച് 2 ദിവസം പിടിച്ചകത്തിട്ടു. അപ്പം അതിനകത്ത് ഞാൻ പലരുടെ ഫോൺ നമ്പറൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നീട് സഹകരിക്കുകയൊക്കെ ചെയ്തു. അപ്പം അതിനകത്ത് ഈ വളരെയധികം ജയിലിൽ കിടന്നവരൊക്കെ ലൈഫിൽ കണ്ടമാനം തകർന്നു പോയി. അവർക്ക് പൂർണ്ണമായിട്ടും അവർ ചെയ്ത് തെറ്റാണ് എന്നുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കണ്ട പലരെയും അവർക്ക് പൂർണ്ണമായിട്ട് അതിനുശേഷം ഇവരുടെ കംപ്ലീറ്റ് ഫാമിലി ഇവരെ വിടുന്നു. ഇവർ പിന്നെ പരോളിൽ പോലും ഇറങ്ങത്തില്ല. ഇവർക്ക് ജാമ്യം നിൽക്കാൻ ആളില്ല. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു മനുഷ്യനങ്ങ് ഒറ്റപ്പെടുകയാണ്. അവൻ ചെയ്ത തെറ്റിനാണ് അനുഭവിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന ജയിൽവാസം എന്ന് പറയുന്നത് സുഖവാസമൊന്നും അല്ല. അതായത് കാരണം ജയിലിൽ കടന്ന് എനിക്കറിയാം ഈ സംഭവം. ഞാൻ ഈ ആൾക്കാരോടൊക്കെ ചോദിച്ച്, ജയിലിൽ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഒരു സീനിയറൊക്കെ ജേർണലിസ്റ്റ്, എനിക്ക് പരിഗണനയൊക്കെ കിട്ടും. പക്ഷെ ഞാൻ ഈ മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ഇവരുടെ ലൈഫെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തകർത്തു. അതുകൊണ്ടാണ് ഈ ജയിലിൻ്റെ അതോറിറ്റി പല ഈ കൗൺസിലിങ്ങും പരിപാടിയൊക്കെ വെച്ചിരിക്കുന്നത്. അത് ഇതിനകത്ത് അധികം മാനസിക തളർച്ച ഉണ്ടായിപ്പോവും. കാരണം അവർ വീട്ടിൽ പരോളിൽ വന്നാൽ പോലും ഇവരെ നോക്കാൻ ആരുമില്ല. അത് കംപ്ലീറ്റ്. കാരണം ഇവരിപ്പം ജയിലിൽ നിന്ന് ഇറങ്ങി വിചാരിച്ചു ഒരു 10-15 വർഷം കഴിഞ്ഞിട്ട്. അപ്പം ആ സമയത്ത് ഇവരുടെ കുട്ടികൾ വളരും. ഈ ഭാര്യയാണ്, അവരുടെ കുടുംബം കംപ്ലീറ്റ് അങ്ങ് നാശമാകും. സാമ്പത്തികമില്ല, എങ്ങനെ ജീവിക്കാൻ പറ്റും? പല രീതിയിൽ ഭാര്യ പല രീതിയിലും, മക്കൾ പല രീതിയിലും പോകേണ്ടി വരും. അപ്പോൾ പഠിച്ചു വരുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഇവരെ എതിർക്കും. കംപ്ലീറ്റ് ആയിട്ട് ഒറ്റപ്പെടും. ഞാനിത് സ്റ്റഡി ചെയ്ത സംഭവം. അതോടുകൂടി ഇവൻ്റെ ഭാര്യയില്ലാതാവുന്നു. ഭാര്യ മൈൻഡ് ചെയ്യത്തില്ല, മക്കൾ മൈൻഡ് ചെയ്യത്തില്ല, നാട്ടുകാർ മൈൻഡ് ചെയ്യത്തില്ല. കാരണം എല്ലാവർക്കും പേടിയാണ്. അപ്പം ബേസിക്കലി ഈ തടവ് ശിക്ഷ എന്ന് പറയുന്നത്
ഈ പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് അതൊരു 5 സ്റ്റാർ ലിവിങ് ഒന്നും ഒരിക്കലുമല്ല. ഇറ്റ്സ് തടവ് ശിക്ഷ, തടവ് തന്നെയാണ്. ഈ 10 ദിവസം റിമാൻഡ് പിടിച്ചിടുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ എന്തുവാണ് ഈ തടവ് ശിക്ഷ എന്നുള്ളത്. ഇപ്പം പി ചിദംബരം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സ്പെസിഫിക് റൂം കൊടുക്കുമെന്നല്ലാതെ ഈ പറയുന്ന സംഭവമൊന്നുമില്ല. തടവാണ്. അപ്പം ഞാൻ ആ ടോപ്പിക്കിലോട്ടല്ല പോകുന്നത്. അതായത് എത്ര ക്രൂരമായ തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് വിധിക്കാൻ, അതായത് അവരെ തൂക്കിക്കൊല്ലുന്ന വിധിക്കാൻ വേണ്ടി ഒരു മനുഷ്യന് അർഹതയുണ്ടോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. കാരണം നമ്മളൊരു സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്. അപ്പം ആരെന്ത് ചെയ്താലും, എത്ര ക്രൂരത ചെയ്താലും ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടണം. ശിക്ഷ എന്ന് പറയുന്ന തൂക്കിക്കൊലയോ കൈവെട്ടോ കാലുവെട്ടോ ആകരുത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മൾ സിവിലൈസ്ഡ് കൾച്ചേർഡ് സൊസൈറ്റിയാണ്. അപ്പം അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ പറയുന്ന വിക്ടിംസിൻ്റെ ബന്ധുക്കൾക്കും അവർക്കും ഇവർക്കും പേരൻസിനും ഒക്കെ പല രീതിയിലുള്ള അഭിപ്രായം ഉണ്ടാകും. ഞാൻ പറയുന്നത് ഞാനൊരു ലീഗൽ എക്സ്പേർട്ട് അല്ല. ഒരിക്കലും എനിക്ക് ലീഗലിനെ പറ്റി കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ അത് ഈ കോർട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ തെഹൽക്ക കേസാണെങ്കിലും നാരദ കേസാണെങ്കിലും ഈ ജയലളിത കേസാണെങ്കിലും ബാൽ താക്കറയുടെ കേസാണെങ്കിലും അങ്ങനെ പല കേസുകൾ, മാച്ച് ഫിക്സിങ് കേസാണ്, കോർട്ടുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പല തടവുകാരെ കൊണ്ടുവന്ന് അവരുടെ ട്രയലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതുമായിട്ട് ഞാൻ വീണ്ടും അതിൻ്റെ അകത്ത് പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, വീണ്ടും ആവർത്തിക്കുന്നൊരു പോയിന്റ്, ഞാനിതിനെ പൂർണ്ണമായിട്ട് എതിർക്കുന്നു. ഈ പറയുന്ന തൂക്കിക്കൊല്ല് അതിൻ്റെ പ്രധാന കാരണം ഒരു കൾച്ചേർഡ് സൊസൈറ്റിക്ക് അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇത് ട്രാൻസ്ഫോർമേഷൻ, റിഫോർമേഷൻസ് ഒക്കെ പറയുന്ന സംഭവം ഒരു മനുഷ്യന് നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം പല ക്രൂരതയും കാണിച്ച് അതിക്രൂരമായി തെറ്റ് കാണിച്ചവർ, കൊലപാതകവും അങ്ങനെ അതിക്രൂരം ചെയ്തവരൊക്കെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഈ വിക്ടിമിൻ്റെ കൂടാണെങ്കിൽ തന്നെയും ഈ തൂക്കിക്കൊന്ന ആ ജഡ്ജിനോടും അതിനുവേണ്ടി വാദിച്ച ഈ പറയുന്ന, കാരണം പ്രോസിക്യൂഷൻ അത് വാദം നടത്തിയേ മതിയാവത്തുള്ളൂ, പക്ഷെ പൂർണ്ണമായിട്ടും ഞാനത് എതിർക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ശരിയ ലോയുമായി ബന്ധപ്പെട്ട് 13 പേർ കേസിൽ 14 പേരെ കൊല്ലാൻ ശ്രമിച്ച കമാൽ പാഷ എന്ന സുഡാപ്പി, അവനെ എതിർക്കുകയാണ് ചെയ്തത്. കാരണം പൂർണ്ണമായിട്ട് ടേൺ അടിച്ചിട്ട് പറയുന്ന ഒരു വൃത്തികെട്ടവൻ. ആലോചിച്ച് നോക്കുക. ആദ്യം അയാൾ പറഞ്ഞത് അയാൾ ഈ കാണിച്ച ജഡ്ജ്മെന്റ് തെറ്റായെന്ന് പറയാം. ഇറ്റ് ഈസ് ഫൈൻ. കാരണം അയാൾ കൾച്ചറിലെ സിവിലൈസ്ഡ് ജനാധിപത്യ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. അവിടെയാണ് ഈ ജഡ്ജ്മെന്റ് കൊടുത്തത്. പിന്നെ അയാൾ പൊക്കി നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ലെറ്റ് ദം ഡു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കൾച്ചേർഡ് സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ഇതൊരു കാരണവശാലും പെർമിറ്റഡ് അല്ല.